വേനൽക്കാലം ചൂടും അസ്വസ്ഥതകളുമൊക്കെ നിറഞ്ഞ കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്തിനനുസരിച്ചുള്ള ഡ്രസ്സും വേണം. കോഴിക്കോട് ബിഗ് ബസാറിന് സമീപം ഇംപ്രസ എന്ന ബുട്ടീക്ക് നടത്തുന്ന അഞ്ജലി വേനൽക്കാല വസ്ത്രരീതികളെക്കുറിച്ച് പറഞ്ഞു തരും. ഡിസംബറിൽ ഞാനൊരു ഫേസ്ബുക്ക് പേജ് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇംപ്രസ. അന്ന് പക്ഷേ ഇതിങ്ങനെ ഒരു ഷോപ്പാവുമെന്നോ അല്ലെങ്കിൽ ഹാൻഡ്ലൂമിന് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ട് ഒരു ബിസിനസ് ലക്ഷ്യത്തോടൊന്നും തുടങ്ങിയതല്ല ഒരിക്കലും. അന്ന് വെറുതെ ഒരു രസത്തിന് തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇംപ്രസ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഹാൻഡ്ലൂം മെറ്റീരിയൽസിനാണ്. അതായത് ഹാൻഡ്ലൂം സാരീസ്, ഹാൻഡ്ലൂം സൽവാർ മെറ്റീരിയൽസ്, കുർത്താസ്, ദുപ്പട്ടാസ്, സ്റ്റോൾസ്. ഇപ്പോൾ ഓർഗാനിക് കൃഷിനെയൊക്കെ ആൾക്കാർ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ ഹാൻഡ്ലൂമുകളെയും കൂടുതലും ആൾക്കാർ എന്താ പറയുക, അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയപ്പോൾ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. ഇക്കറ്റ്സ് ഉണ്ട്, സോഫ്റ്റ് കോട്ടൺസ് ഉണ്ട്, പിന്നെ മംഗൽഗിരി ഉണ്ട്, വെങ്കിടഗിരി സാരീസ് ഉണ്ട്, പോച്ചമ്പള്ളി സാരീസ് ഉണ്ട്, കലംകാരീസ് ഉണ്ട്. ഈ സമ്മറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു സാധനം കോട്ടൺസ്, ഹാൻഡ്ലൂംസ് തന്നെയാണ്. കാരണം അത് ഉപയോഗിച്ച് നോക്കിയവർക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്കും അറിയുന്നത് കൊണ്ട് അവർ പറഞ്ഞിട്ടും അത് ഉപയോഗിച്ചവരും അത് കേട്ടറിഞ്ഞിട്ടും ആൾക്കാർ നന്നായി എത്തുന്നുണ്ട്. ഇത് ആന്ധ്ര ഹാൻഡ്ലൂമാണ്. നമ്മളുടെ കയ്യിലുള്ളത് ഒരു സാരിയാണിത്. ടെലിയ സാരി എന്നാണ് ഇതിൻ്റെ പേര്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, ഇതിൻ്റെ വീവറിന് ഈ വീവിങ് ഡിസൈൻ ഇതാകെ വീവ് ചെയ്യുന്നത് ഒരാളേ ഉള്ളൂ ഇന്ത്യയിൽ. ആ വീവ് ചെയ്യുന്ന ആൾക്ക് ഈ ഡിസൈനിൻ്റെ പുറത്ത് പത്മഭൂഷൺ അവാർഡാണ്, പത്മ അവാർഡ് കിട്ടിയ ആളാണ്. ഇത് മാസത്തിൽ ഇതിൻ്റെ തരി സെറ്റ് ചെയ്തിട്ട് ഒരു സാരി നമ്മൾ കുറേ കാലം ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സാരി എങ്കിലും കയ്യിലെത്തുള്ളൂ. അത്രയും ഓസ്പീഷ്യസ് സാരിയാണ്, അത്രയ്ക്കും ഡിമാൻഡും ഉണ്ട്. കിട്ടാൻ ഏറ്റവും റയറായിട്ടുള്ള ഒരു സാരികളിൽ ഒന്നാണ് ഇത്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ദുപ്പട്ടകൾ മാത്രം വന്നെടുത്തു പോകുന്ന ഒരു ഒറ്റ ആൾക്കാരുണ്ട്. കാരണം ദുപ്പട്ട മാത്രം എടുത്തു പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് ടോപ്പും ബോട്ടവും എടുത്തിട്ട് ഡിസൈൻ ചെയ്തു പോകുന്നത് ട്രെൻഡ് ദുപ്പട്ട തന്നെയാണ് ഇപ്പം. ദുപ്പട്ടയ്ക്ക് വേണ്ടി പൈസ മുടക്കാനും ആൾക്കാർക്കൊരു മടിയില്ല. കാരണം നമ്മളുടെ അടുത്ത് 2000-2500 വരെ ഹാൻഡ്ലൂം ദുപ്പട്ടകൾ എടുത്തു പോകുന്നവരുണ്ട്. ഇത് ഒരു ഫ്യൂഷൻ ദുപ്പട്ടയാണ്. അതായത് ഹാൻഡ്ലൂം, ഇക്കട്ട് ഹാൻഡ്ലൂം ദുപ്പട്ടയിൽ കലംകാരി വർക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇനിയുള്ള കാലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂഷൻസിൻ്റെ കാലമാണ്. അതായത് ഒന്നോ അതിലധികമോ ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഐറ്റം പ്ലസ് ഹാൻഡ്ലൂമിൻ്റെ സാധനങ്ങളുമായി മിക്സ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു ഫ്യൂഷൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. കഴിയുന്ന സ്ഥലങ്ങളിൽ ഞാൻ തന്നെ വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ വ്യൂവേഴ്സിനെ ഡയറക്റ്റ് കണ്ടിട്ട് ആണ് ചെയ്യുന്നത്. തേർഡ് പാർട്ടീസ് ഇൻവോൾവ്മെൻറ്റ് വളരെ കുറഞ്ഞ ഒരു സാധനമാണിത്. കാരണം തേർഡ് പാർട്ടീസിലേക്ക് പോകുന്ന സമയത്ത് അവരൊരുപാട് മാർജിൻ ചുമത്തുകയും ഈ നെയ്ത്തുകാർക്ക് ഒന്നും കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു സീൻ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊരു NGO ഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ വലിയൊരു ആഗ്രഹമായിട്ട് കിടക്കുകയാണ്. കാരണം അവരുടെ പ്രൊഡക്ട്സ് ഇങ്ങനെ തേർഡ് പാർട്ടീസ് ഇല്ലാതെ കുറച്ചുകൂടി അവരെ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ചിന്ത. സെൽഫിയുടെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. ടെക്നോളജിയും സ്റ്റൈലും മറ്റു സെഗ്മെന്റുകളുമൊക്കെയായി വീണ്ടും സെൽഫി.